ഞാനൊരു കാര്യം പറയട്ടെ. ഒരേ ദിവസം പല സ്ഥലങ്ങളിൽ മാറി മാറി ചെന്നിരുന്ന് ഒരേ വിഷയം സംസാരിച്ച് ജനലക്ഷങ്ങളുടെ മുന്നിൽ ഇരുന്ന് ലൈവായിട്ട് തേയാൻ കഴിയുമോ നിങ്ങൾക്ക്? ബട്ട് അനിലണ്ണൻ ക്യാൻ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? അല്ല, ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചോട്ടെ കേട്ടോ. ആദ്യം സ്വയം പൊട്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞ് കൂടെ ഇരിക്കുന്നവരുടെ വായിന്ന് പട്ടേന്ന് പൊട്ടാസ് പൊട്ടുന്ന കണക്കിന് വാങ്ങിച്ചു കൂട്ടുന്ന അണ്ണനല്ലാതെ പൊട്ടച്ചിരി ചിരിക്കാനല്ല, പൊട്ടിച്ചിരി ചിരിക്കാൻ ആർക്കാണ് വേറെ യോഗ്യത? അണ്ണൻ ചിരിക്ക്, പൊട്ടച്ചിരി, പൊട്ടിച്ചിരി. കേരളത്തിൽ 9.5 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 2 ഗവൺമെന്റുകൾ. അയ്യോ, അത് പിന്നെ പറഞ്ഞ് ഞാൻ ഓർമ്മിപ്പിക്കല്ലേ. നമ്മൾ എന്തെല്ലാമാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്, എന്തെല്ലാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും അത് സ്വയം തോന്നി തുടങ്ങിയല്ലേ? ഞങ്ങള് ഇതൊക്കെ തന്നെ ചോദിക്കുന്നത്. എന്തൊക്കെയായി കാണുന്നത്, എന്തൊക്കെയായി കേൾക്കുന്നത്, ഏതൊക്കെ തരം മരപ്പാഴുകളെ കാണണം, കേൾക്കണം, സഹിക്കണം. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭ്രാന്തും മുതലാളിമാരെ പീഡിപ്പിക്കാനുള്ള നിങ്ങളുടെ ജ്വരയുമാണ് ഈ മസാല ബോണ്ട്. അതിൽ എന്താ മസാല ബോണ്ടിൽ എന്താ? എന്റെ പൊന്നു PG, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട് നിങ്ങൾ ഭ്രാന്ത് പിടിച്ച് ഓരോന്ന് ആവശ്യമില്ലാതെ സംസാരിക്കരുത്. മസാല ബോണ്ട ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ മന്ത്രിമാർക്കോ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനോ എന്തെങ്കിലും കൈയുണ്ടോ? മസാല ബോണ്ട എന്ന് പറഞ്ഞാൽ എന്താ? ദക്ഷിണേന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള ആളുകളൊക്കെ അത് രുചിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. നല്ലൊരു പലഹാരമാണ്. അണ്ണം കഴിച്ചിട്ടുണ്ടോ അണ്ണ മസാല ബോണ്ട? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്തെങ്കിലും കിട്ടിയ ഉടനെ മാർക്സിസ്റ്റ് പാർട്ടി കിട്ടി ചാമ്പാൻ നടക്കരുത്. ഇനി എന്തോന്ന് ചാമ്പാൻ? എല്ലാം ചാമ്പിയില്ലേ? ഞാൻ ചെണ്ടയാണെന്ന ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാവരും ഒന്നിടക്കിടക്ക് കൊട്ടും. എന്തെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഞാൻ അതിൽ കിടന്ന് ഗുസ്തി പിടിക്കാൻ എന്തും പറഞ്ഞ് പോയാൽ കേട്ടാൻ ഒരാളല്ല ഞാൻ. ഇത് 18ാമത്തെ അടവല്ല കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ഏക അടവ്. ഇതേ കയ്യിലുള്ളൂ. എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല. അപ്പൊ പിന്നെ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ എങ്ങനെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിച്ച് അവരുമായിട്ട് ഗുസ്തി പിടിച്ച് സമയം അങ്ങ് നശിപ്പിക്കുക. അത്രേ ഉള്ളൂ. സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.